നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകത്തിൻ്റെ അരികത്താണ്. ശാസ്താംകോട്ട തടാകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചരിത്രമുണ്ട്. പറഞ്ഞു കേൾക്കുന്ന കഥയനുസരിച്ച് ദേവന്മാർ അസുരന്മാരെ കൊലപ്പെടുത്തിയ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതിനെ തുടർന്ന് ദേവന്മാർ സൃഷ്ടിച്ച അയ്യപ്പൻ സൃഷ്ടിച്ച ഒരു തടാകമെന്നാണ് നിലയിലാണ് ഇത് ശാസ്താംകോട്ട തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം. ഇത് ശുദ്ധജലം നമുക്ക് നൽകുന്നതിന് കാരണം ജലത്തെ മലിനമാക്കുന്ന ബാക്ടീരിയകളായ വിവിധ തരത്തിലുള്ള ബാക്ടീരിയകൾ കാവബോറസ് എന്ന് പറഞ്ഞ ഒരു ലാർവ ഭക്ഷണമായി ആഗിരണം ചെയ്തുകൊണ്ടാണ് ഈ ശുദ്ധജലമായി തന്നെ ശാസ്താംകോട്ട തടാകത്തിലെ ജലം ശുദ്ധജലമായി തന്നെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ശുദ്ധജല തടാകമായി ശാസ്താംകോട്ട തടാകം നിലനിൽക്കുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ടൂറിസ്റ്റുകളാണ് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അതോടൊപ്പം തന്നെ വിശ്രമ വെള്ളത്തിനുമായി ഈ തടാക തീരത്ത് എല്ലാ ദിവസവും എത്തിച്ചേരുന്നു. കുന്നും പ്രദേശങ്ങളും കുന്നുകൾക്കിടയിലുള്ള നെൽപ്പാടങ്ങളും ഈ പ്രദേശത്തെ മനോഹരമാണ്. കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രമായ ശാസ്താംകോട്ട